പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. പണപ്പെരുപ്പ് നിരക്ക് ഈ ആഴ്ച വിപണിയെ തുണയ്ക്കുമോ അതോ വിപണിയെ ഇടിക്കുമോ എന്നുള്ളതും, കാളെ തുണയ്ക്കുമോ കരടിയെ തുണയ്ക്കുമോ എന്ന് കണ്ടറിയണം. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾക്ക് ഓഹരി വഴി എങ്ങനെ നേട്ടം കൊയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതിനായിട്ട് നമ്മൾ IPO, ബോണസ്, ഓഹരി വിഭജനം, ടാർജറ്റ്, ഡിവിഡൻഡ് ഇവയൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോഴത്തെ വിപണി എന്ന് പറയുന്നത് 24,669 നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി 53,510, ഫൈനാൻസ് നിഫ്റ്റി 24,692, സെൻസെക്സ് 81,709 നിൽക്കുന്നു. പുതിയ IPO വരുന്നത് മൊബിക്വിക്ക് എന്ന് പറയുന്ന, മൊബിക്വിക്ക് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ Paytm പോലെ മൊബൈൽ പേൻ്റെ ഒരു ആപ്പാണ്. അവർ 2009 തൊട്ട് നിലവിൽ ഉണ്ട്. 2021 Paytm പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇവരും പബ്ലിക് ഇഷ്യൂ കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിപണിയിൽ ഇറങ്ങാൻ ശ്രമം നടത്തുകയാണ്. 900 കോടി കളക്ട് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആണ് ഒരു ശ്രമം തുടങ്ങിയത്. അന്ന് നമ്മളുടെ Paytmൻ്റെ പബ്ലിക് ഇഷ്യൂ വലിയ ലാഭം കാണാതെ പോവുകയും നഷ്ടം സംഭവിക്കുകയൊക്കെ ചെയ്തു. അത് ഈ അടുത്ത കാലം വരെ നഷ്ടത്തിൽ തന്നെയാണ് തുറന്നു പോകുന്നത്. ഇപ്പോഴാണ് സ്വല്പം കുതിപ്പ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ അത് മാറ്റിവെച്ച് ഈ പ്രാവശ്യം 532 കോടി സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ രംഗത്ത് വന്നിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് റേറ്റ് എന്ന് പറയുന്നത്, പ്രൈസ് റേഞ്ച് 269, 275 നമ്മൾ 538 ഷെയറിന് ഒരു ലോട്ടിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഡേറ്റ് 11, 12, 13 ആണ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 572 കോടി കളക്ട് ചെയ്യുക എന്നുള്ളതുമാണ്. നമ്മൾ ഇപ്പോൾ ഇതിന് പല വെല്ലുവിളികളുമുണ്ട്. നമ്മൾ ഓപ്പണിംഗ് ദിവസം ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ലാഭവും കിട്ടി സാധ്യതയുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ഇതിന് വില ഇടിയാനുള്ള സാധ്യത നമ്മൾ കണക്കാക്കണം. Paytmൻ്റെ അവസ്ഥ അതുതന്നെയാണ്. ഇവർ തുടർച്ചയായിട്ട് പലപ്പോഴും നഷ്ടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം മാത്രമേ കുറച്ച് 6 മാസം ലാഭം കാണിച്ചിട്ടുള്ളൂ. അതിന് കാരണം ഈ മേഖലയിലുള്ളവരെല്ലാം നല്ല ഡിവിഡൻഡ് ഡിസ്കൗണ്ടും ഒക്കെ കൊടുത്തിട്ടാണ് ആ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ കൂടി വരികയാണ്. ഇതിന് അനുകൂലമായ ഘടകം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് മൊബൈൽ ആപ്പ് വഴിയുള്ള പേയ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇവർ പിന്നെ മറ്റൊരു കമ്പനികളുമായി ചേർന്നിട്ട് 5,000 രൂപ വരെ ക്രെഡിറ്റ് കൊടുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതൊക്കെ വിജയപ്രദമാകുമെന്നുള്ളത് കണ്ടറിയണം. ഇവരുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുകയും ബിസിനസ് നന്നാകുകയും ചെയ്താൽ ഭാവിയിൽ ഇവർക്ക് സാധ്യതയുണ്ട്. ഇതിനൊരു പരിമിതി ഉള്ളതെന്ന് പറയുന്നത് ഈ 265, 279 റേഞ്ച് വരുന്നത് അതൊരു ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളൊരു ഇതും ഉണ്ട്. നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ട് വേണം ഇതിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഓഹരി വഴി ലാഭം കൊയ്യുന്നതിന് പോലെ നഷ്ടമായിരിക്കും സംഭവിക്കാമെന്ന് ഓർമ്മയിൽ വെക്കുക. ഇനിയിപ്പം ബോണസ് വരുന്നത് BN പ്രാത്തി 187, ബോണസ് 1:1, സ്പ്ലിറ്റ് 1:1 വരുന്നുണ്ട്. അതും നമുക്കുണ്ട്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. സിനക്സ് എക്സ്പോർട്സ് 1379 രൂപ വിലയാണ്. ബോണസ് 1:5, റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഭാരത് സീറ്റ്, മോട്ടോർ വാഹനങ്ങളുടെയൊക്കെ സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അത് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ്. 216 രൂപ, ബോണസ് 1:1. സ്പ്രൈറ്റ് അഗ്രോ 12 രൂപ, 1:1 ആണ് ബോണസ് വരുന്നതേ ഉള്ളൂ. സ്കൈ ഗോൾഡ് 1427, 9:1 ആണ്. 16 ഡിസംബറാണ്. പദം കോട്ടൺ 235 രൂപയാണ്. സ്പ്ലിറ്റ് 1:1 ആണ് വരുന്നതേ ഉള്ളൂ. സ്പ്ലിറ്റ് വരുന്നത് ലിങ്ക് 638, 1:2, 20 ഡിസംബറാണ്. KPT ഇൻഡസ്ട്രി 1,144 രൂപയാണ്. സ്പ്ലിറ്റ് 1:5 ആണ്. റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. AG ഇൻഫ്ര 1,792, സ്പ്ലിറ്റ് 1:2, 20 ഡിസംബറാണ്. എക്സോറ ടൈൽസ് 103, സ്പ്ലിറ്റ് 1:10, 13 ഡിസംബറാണ്. ടാർജറ്റ് ഇട്ട് വിൽക്കുന്നത് NAM ഇന്ത്യ 721, 775 വിൽക്കാം. ITI 294 322 വിൽക്കാം. ACE 1322 1442 വിൽക്കാം. CG പവർ 767 844 വിൽക്കാം. മോർഫൻ ലാഭം 81 88 വിൽക്കാം. NTPC ഗ്രീൻ എനർജി 131 145 വിൽക്കാം. ഡിവിഡൻഡ് വരുന്നത് 7,566, ഡിവിഡൻഡ് 12 രൂപ, 19 ഡിസംബർ. ബാബിനോ അഗ്രോ 375, ഡിവിഡൻഡ് 160,
റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമോ ഒന്നുമല്ല. നിങ്ങൾ കൂടുതൽ പഠനം നടത്തുക. നിങ്ങൾക്ക് ഫൈനാൻസ് മാനേജ്മെൻ്റ് അവരെ സമീപിച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വിശദമായിട്ട് പഠനം നടത്തിയതിന് ശേഷം ഇതൊക്കെ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുക. കൂടുതൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് കാണുക, നിങ്ങൾ ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.